ഫദ്രിബ് ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇദ്രിബ് ലഹും, അവർക്ക് താങ്കൾ ഉണ്ടാക്കുക. ദറബ ഇവിടെ പിന്നെ ജഅല എന്നർത്ഥത്തിൽ. ഇദ്രിബ് ലഹും, അവർക്ക് ഉണ്ടാക്കുക. ത്വരീഖൻ, ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി. ഫിൽ ബഹർ, എവിടെ? ബഹറിൽ, സമുദ്രത്തിൽ. വഴി എങ്ങനെയുള്ളതായിരിക്കണം? യബസൻ, യബസ്, യബസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈറനണിയാത്ത, വെള്ളം നനവില്ലാത്ത, ചളിയോ വഹൽ, ചളിയോ ഒന്നുമില്ലാത്ത ബഹർ. ത്വരീഖൻ ഫിൽ ബഹരി യബസൻ, യബസൻ എന്നാണ് സമുദ്രത്തിന് നടുക്കലാണ് വഴി ഉണ്ടാക്കേണ്ടത്. അപ്പം എങ്ങനെ ആയാലും സമുദ്രത്തിന് നടുക്കൊരു വഴി വരുമ്പോൾ എന്തുണ്ടാവും? ചളി ഉണ്ടാവും. പ്രത്യേകിച്ച് അവിടെ വഹലുണ്ട്, ചളിയുള്ള സ്ഥലമാണ്. അത് കാരണത്താലാണ് ഫിറഔൻ അവിടെയാണല്ലോ. ഇതിനെ തുടർന്നാണ് ഫിറഔൻ എന്ത് ചെയ്യണത്? മുങ്ങണത്. ഈ വഴിയിലാണ് മുങ്ങണത്. അപ്പം ഫിറഔൻ ആമനത്ത് ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ, ഇസ്രായേലിൽ വിശ്വസിച്ച ഇലാഹിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് കെലിമ പറയുന്നുണ്ട് ചകാനാകുമ്പോൾ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമുദ്രത്തിൻ്റെ ആഴിയിൽ നിന്ന് വഹലെടുത്തു എന്നാണ്. വഹൽ എന്ന് പറഞ്ഞാൽ ചളി, സമുദ്രത്തിൽ ഈ വെള്ളത്തിൽ കാണുന്ന ചളി ഉണ്ടല്ലോ, സമുദ്രാഴിയിൽ കാണുന്ന ചളി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹലെടുത്തിട്ട് ഫിറഔൻ്റെ തൊള്ളയിൽ ഇട്ട് എന്നാണ് തിരികെ. ഇസ്ലാം തങ്ങൾ പറയാണ് മഹാഫത്താൻ തുദിരിക്കഹുർ റഹ്മ, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഫിറഔന് വരുമോ എന്ന് ഭയന്നിട്ടാണ് ജിബ്രീൽ അങ്ങനെ ചളി വഹലെടുത്തിട്ട് തൊള്ളയിൽ തിരികെ എന്നാണ് ആരെ? ഫിറഔൻ്റെ. അപ്പോൾ വഹലുള്ള സ്ഥലമാണ് അത്, ചളി പിളിയുള്ള സ്ഥലമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇദ്രിബ് ലഹും, ഈ ഇസ്രായേലിയർക്ക് താങ്കൾ ഉണ്ടാക്കുക, ത്വരീഖൻ, ഒരു വഴി. എവിടെ? ഫിൽ ബഹർ, ബഹറിൽ, ആ വഴി. യബസൻ, യബസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചളിയോ നനവ് പോലുമോ ഇല്ലാത്ത വഴി. അതാരാ ഉണ്ടാക്കുന്നത്? അത് അള്ളാഹ് ഉണ്ടാക്കുന്നത്. അതിന് മൂസ എത്രയേ വേണ്ടുള്ളൂ? വൗഹൈന ഇലാ മൂസ അൻ ഇദ്രിബ് ബിഅസാകൽ ബഹർ, സമുദ്രത്തിൽ വടികൊണ്ട് തല്ലുകയാണ് വേണ്ടത്. ഫിൽ ബഹരി യബസ ലാ തഖാഫു ദറകൻ വലാ തഖ്ശ എന്നാണ്. ലാ തഖാഫു, എന്താ ലാ തഖാഫു? താങ്കൾ പേടിക്കുകയില്ല. ദറക്കൻ, പേടിക്കരുത് എന്നല്ല. അപ്പം ലാ തഖഫ് എന്നാ പറയാം. ലാ തഖഫ്, പേടിക്കരുത്. കൽപ്പനയാകുമ്പോൾ ലാ നാഹിയ, ഇത് ലാ നാഫിയ എന്ന് പറയും, പേടിക്കുകയില്ല. പക്ഷെ ഉദ്ദേശം എന്താണ്? പേടിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ ലാ നാഫിയ, ലാ തഖാഫ്, താങ്കൾ ഭയക്കുകയില്ല. ദറക്കൻ, ദറക്കൻ എന്താ? ദറക്ക്, ദറക്ക് എന്ന് പറഞ്ഞാൽ ഇദ്റാഖ്, പിടികൂടൽ. ലാ തഖാഫു ദറക്കൻ, ഒരു ദറക്കിനെയും പേടിക്കണ്ടാണ്. ദറക്ക് എന്ന് പറഞ്ഞെങ്കിൽ പിടികൂടൽ. പിടികൂടൽ എന്ന് പറഞ്ഞാൽ ഫിറഔൻ വന്ന് പിടികൂടലാകട്ടെ, ഫിറൗൻ്റെ കിങ്കരന്മാർ വന്ന് പിടികൂടലാകട്ടെ, ഏതെങ്കിലും നിലക്കുള്ള ഒരു പിടികൂടൽ അതുണ്ടാവില്ല എന്നാണ്. അതാണ് ലാ തഖാഫു ദറക്കൻ. കാരണം എന്താ? പിന്നിൽ ആരുണ്ട്? പിന്നിൽ ഫിറൗനും കൂട്ടരുമില്ലേ, സൈന്യങ്ങളുണ്ട്. അപ്പോൾ ഫിറൗൻ്റെ ആളുകൾ, ഫിറൗൻ്റെ ചാരന്മാർ, ഫിറൗൻ്റെ സൈന്യം. ലാ തഖാഫു ദറക്കൻ, ഒരുവിധ പിടികൂടലും ഭയക്കരുത്. വലാ തഖ്ശ, വലാ തഖ്ശ എന്താ ഇവിടെ? വലാ തഖ്ശ, ഇവിടെ തഖാഫു തഖ്ശ, ഖൗഫും ഉണ്ട് ഖശിയത്തും ഉണ്ട്. അവ എന്താ പറഞ്ഞേ? തഖ്ശ എന്ന് പറഞ്ഞാൽ എന്താ? ഖശിയത്താണ്. ഖശിയത്ത് എന്താ? ഖശിയത്ത് പേടി തന്നെയാണ്. ഖൗഫു എന്താണ്? ഖൗഫും പേടി തന്നെയാണ്. തഖ്ശ എന്നുള്ളത് ഖശിയത്തിൽ നിന്നാണ്. ഖൗഫ്, ഖശിയത്ത്. അപ്പോൾ ലാ തഖാഫു ദറക്കൻ, ദറക്കിനെ പേടിക്കണ്ട. വലാ തഖ്ശ, അതായത് ഇവിടെ ഈ ഖൗഫും ഖശിയത്തും തമ്മിൽ വ്യത്യാസം. ഖൗഫ് നമുക്ക് പിന്നെ ഏത് നിലക്ക് വരുന്ന പേടിയാണ്. ഖശിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതി അറിഞ്ഞിട്ട് അതിൻ്റെ ഗൗരവം പൂണ്ടുള്ള പേടിയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, പണ്ട് അള്ളാഹിൻ്റെ ദാസന്മാരിൽ അള്ളാഹുവിനെ ഖശിയത്തുള്ളവർ ഉലമാക്കളാണെന്ന് പറഞ്ഞു. ഉലമാക്കൾ അറിഞ്ഞ് ഭയക്കുന്നവരാണ്. അറിഞ്ഞ് ഭയക്കുമ്പോൾ ആ ഗാംഭീര്യം, ആ ഗൗരവത്തിൽ ഭയക്കും. അപ്പോൾ ഖശിയത്തിൻ്റെ പ്രത്യേകത ആണ് ഗൗരവത്താലുള്ള പേടി. ഖൗഫ് അങ്ങനെയല്ല. ഖൗഫ് ഏതൊരു പേടിക്കും ഖൗഫ് എന്ന് പറയും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടികൊണ്ട് അടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ഫംഫലഖ്, ഫംഫലഖ് എന്ന് പറഞ്ഞാൽ സമുദ്രം പിളർന്ന്. ഫകാന കുല്ലു ഫിർഖിൻ, പിളർന്നപ്പോൾ ഓരോ രണ്ട് ഭാഗത്തും വെള്ളമല്ലേ, ഇങ്ങനെ എരിച്ചു മാറി നിന്ന്. ഫകാന കുല്ലു ഫിർഖിൻ, മാറി നിന്ന ഓരോ ഭാഗവും അതായി തീർന്നു കത്തൗദിൽ ആദീം എന്നാണ്. എന്താ കത്തൗദിൽ ആദീം? രണ്ട് വലിയ മലകൾ. തൗദ് എന്ന് പറഞ്ഞാൽ വലിയ മല, അതിനെ അദീം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ജലം എരച്ചു മാറി എന്ന് മാത്രമല്ല, പിന്നെ അത് മലയായി ഇങ്ങനെ നിന്ന്. മലയായിട്ട് നിൽക്കുന്നത് ആരാ?
പാറല്ല, മണ്ണല്ല, പിന്നെയോ വെള്ളമാണ്. വെള്ളം മലയായിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇതിലാണ് നടക്കേണ്ടത്. അപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന പേടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഈ വെള്ളത്തെ മലയാക്കി നിർത്തിയത് അള്ളയാണ്. ആ അള്ളയാണ് എന്ത് ചെയ്തത്? ഉണങ്ങിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതുകൊണ്ട് ലാ തഖാഫു ദറകൻ, ഫിർഔനോ കൂട്ടരോ വന്ന് പിടികൂടും എന്ന് ഭയം വേണ്ട. വലാ തഖ്ശ, വലാ തഖ്ശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വിധ ഈ വെള്ളം കൂടുമെന്നോ അല്ലെങ്കിൽ തങ്ങൾ മുങ്ങുമെന്നോ ഒരു ഭയവും വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ തഖാഫു എന്ന് പറഞ്ഞതും തഖ്ശ എന്ന് പറഞ്ഞതും എന്ത് ആശയത്തിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അറിഞ്ഞ് പിന്നെ ഗൗരവം പൂണ്ടുള്ള ഭീതി, അതാണ് ഖശിയത്ത്. ഖൗഫ് അതല്ല, ഏതൊരു പേടിക്കും പറയും എന്നുള്ളതാണ്. ഭാഷാപരമായിട്ടുള്ള ഒരു വിഷയമാണത്. ഏതായാലും ഫദ്രിബ് ലഹും തരീഖൻ ഫിൽ ബഹരി യബസ ലാ തഖാഫു ദറകൻ വലാ തഖ്ശ.